അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. വധശിക്ഷയ്ക്ക് അനുമതി തേടിയുള്ള സർക്കാരിന്റെ അപേക്ഷ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, 2017 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിന്റെ അപേക്ഷയിന്മേൽ വിധി പറഞ്ഞിരിക്കുകയാണ്. അതായത് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഉത്തരവിന്റെ വിധിയുടെ വിശദാംശങ്ങൾ ആജ്ഞ. ടോം, അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ വിചാരണ കോടതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ വിധിച്ചിരുന്നു. ഒരു പ്രതിക്ക് വധശിക്ഷ വിചാരണ കോടതി വിധിക്കുമ്പോൾ അത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഈ വധശിക്ഷ നടപ്പിലാക്കാനാവുകയുള്ളൂ എന്നൊരു നിയമം നിലനിൽക്കെയാണ് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ജിഷയ്ക്ക് നീതി ലഭിക്കുന്ന ഒരു വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അമീർ ഇസ്ലാമിന് വധശിക്ഷ തന്നെയാണ് ഹൈക്കോടതി ആ വിധി ശരിവെക്കുകയാണ്. വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുകയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ 2016 ഏപ്രിൽ 28 ജിഷ അതിക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നത്. 38 മുറിവുകളാണ് ജിഷയുടെ ശരീരത്തിൽ നിന്നും അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കണ്ടെത്തുന്നത്. അതിനുശേഷം തുടർന്ന് ജൂൺ 16 അമീറുൽ ഇസ്ലാം അറസ്റ്റിലാവുന്നത്. ഇതേ തുടർന്ന് കുറെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആ സമയത്ത് നിരീക്ഷണത്തിലാവുകയും 10ഓളം പേരെ ഇതിനായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അമീറുൽ ഇസ്ലാം എന്ന പ്രതിയിലേക്ക് എത്തിയിരുന്നില്ല. അതേസമയം ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പിന്നീട് പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിടുന്നത്. ജിഷയുടെ ശരീരത്തിൽ നിന്ന് DNA സാമ്പിളുകൾ ഫോറൻസിക് വിദഗ്ധർ സ്ഥിരീകരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അമീറുൽ ഇസ്ലാം അറസ്റ്റിലാവുന്നത്. അതേസമയം അമീറുൽ ഇസ്ലാമിന് തനിക്കെതിരെ കെട്ടിശ്രമിച്ച കേസാണിതെന്നും തനിക്ക് മുൻപരിചയമില്ല, ജിഷ എന്നാളെ തനിക്ക് മുൻപരിചയമില്ലെന്നുമുള്ള തരത്തിലുള്ള ഹർജി കൂടി കോടതിയിൽ ഉണ്ടായിരുന്നു. തനിക്ക് ജിഷയെ മുൻപരിചയമില്ല, ഇത് പോലീസ് തനിക്കെതിരെ കെട്ടിശ്രമിച്ചുണ്ടാക്കിയ കഥയാണ്, ശാസ്ത്രീയ തെളിവുകൾ പോലും തന്നെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് പോലീസ് ഉണ്ടാക്കിയെടുത്തത് എന്നൊരു വാദം കൂടി അമീറുൽ ഇസ്ലാം കോടതിയിൽ ഹർജിയായി ബോധിപ്പിച്ചിരുന്നു. അത് മാത്രമല്ല, മുൻപ് അസം സ്വദേശികളായ തന്റെ ഭാര്യയ്ക്കും അസമിലുള്ള തന്റെ കുടുംബത്തിന് തന്നെ ഈ വിയൂരെത്തി കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇത് അസമിലേക്ക് ഈ കേസിന്റെ വിചാരണ മാറ്റണമെന്നൊരു ആവശ്യം കൂടി അമീറുൽ ഇസ്ലാം ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ ഒരു ആവശ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. എന്നിരുന്നാലും 2016 മുതൽ ഇങ്ങോട്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് ജിഷ വധക്കേസിലെ വിധിയുണ്ടാകുന്നത്. പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ നൽകണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ഇത്തരത്തിൽ നോക്കുമ്പോൾ 1991 ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു വധശിക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. റിപ്പർ ചന്ദ്രനായിരുന്നു അവസാനമായിട്ട് വധശിക്ഷയ്ക്ക് വിധേയനായത്. 15 പേരെ കൊലപ്പെടുത്തിയതിന് ശേഷമായിരുന്നു റിപ്പറിനെ അന്ന് വധശിക്ഷയ്ക്ക് സംസ്ഥാനം തൂക്കിലേറ്റിയത് എന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ അതിക്രൂരമായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന മുൻപ് കേട്ടുകേഴ്വിയില്ലാത്ത അസാധാരണത്തിൽ അസാധാരണമായ കേസ് എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ ഈ കേസ്, അതായത് കേരളത്തെ എക്കാലത്തെയും ഞെട്ടിച്ച ഒരു ബലാത്സംഗ കേസ്, ഒരു കൊലപാതകം എന്നുള്ള തരത്തിലേക്ക് തന്നെ ഇതിനെ എല്ലായ്പ്പോഴും ജിഷ വധക്കേസിനെ പരിഗണിക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഈ കേസിനെ പരിഗണിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ജിഷയ്ക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ വിധി വിരൽ ചൂണ്ടുന്നത്. ടോം, ആജ്ഞ, ഇപ്പോൾ എന്തായാലും CN പ്രകാശ് കൂടി ചേരുന്നുണ്ട്. CN പ്രകാശ് ഞങ്ങളുടെ നിയമകാര്യ ലേഖകനാണ്. CN പ്രകാശ്, ഇപ്പോൾ ഈ പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് നേരത്തെ ആജ്ഞ രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ 1991 ശേഷം ഒരു തൂക്കുകയർ, കേരളത്തിൽ ഒരു പ്രതിക്ക് തൂക്കുകയർ നടപ്പാക്കാൻ പോകുന്നു, വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. അല്പം മുമ്പാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുരേഷ് കുമാർ, ഒപ്പം തന്നെ S. മനു എന്നിവരടങ്ങിയ ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ, S. മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിധി പറഞ്ഞത്. ആമറിന്റെ ഹർജി, ഈ വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളുകയും വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനുമതി തേടിക്കൊണ്ട് സർക്കാർ നൽകിയ അപ്പീൽ അനുവദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രതിക്ക് തൂക്കുകയർ തന്നെ ലഭിക്കുന്ന സാഹചര്യം നിലവിൽ
സംജാതമായിരിക്കുന്നു. നമുക്കറിയാം ഈ കേസ് വളരെ വിവാദമാവുകയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. ഈ കേസിന്റെ വിധി കേൾക്കുന്നതിന് വേണ്ടി കൊല്ലപ്പെട്ട ജിഷയുടെ മാതാവും കോടതിയിൽ എത്തിയിരുന്നു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയായ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ആമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആമിറുലിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇതിന്റെ അനുമതി തേടിക്കൊണ്ട് സർക്കാർ നൽകിയ അപ്പീലാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കൊച്ചിയിലെ വിചാരണ കോടതി നേരത്തെ നിരവധി തവണ വാദങ്ങൾ കേട്ട ശേഷമാണ് അപൂർവങ്ങളിൽ അത്യപൂർവമായ അതിക്രൂരമായ കൊലപാതകമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് വധശിക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് നൽകിയത്. 2016 ഏപ്രിൽ 28-നായിരുന്നു നിയമ വിദ്യാർത്ഥിയായ ജിഷയെ ക്രൂരമായി വീടിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. ശരീരത്തിൽ 38 മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു അന്ന് തന്നെ. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ജൂൺ 16-നാണ് അസം സ്വദേശിയായ ആമിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് TB മിനി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് മിനി, ഇപ്പോൾ ജിഷയ്ക്ക് നീതി കിട്ടി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ട പല ആശങ്കകളും ഉണ്ടായിരുന്നു. ഈ പ്രതി തന്റെ വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. അപ്പീൽ അടക്കം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? നേരത്തെ നമ്മുടെ കേരളത്തിൽ ഒരു 3 പതിറ്റാണ്ട് മുൻപാണ് ഒരു പ്രതിക്ക് തൂക്കുകയർ നടപ്പാക്കിയത്, വധശിക്ഷ നടപ്പാക്കിയത്. ഇനി ഈ ഹൈക്കോടതി കൂടി ഈ വധശിക്ഷ നടപ്പാക്കിയ സ്ഥിതിക്ക്, വധശിക്ഷ ശരിവെച്ച സ്ഥിതിക്ക് അതിന്റെ നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? അല്ല, അപ്പോഴും അവർക്ക് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പോവാം. അപ്പൊ അത് ഇനിയും പ്രതിയെ സംബന്ധിച്ച് ഇനിയും അപ്പീലൊക്കെ പോകാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ഹൈക്കോടതി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതില് എന്തുകൊണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് വധശിക്ഷയ്ക്ക് നമ്മള് പൊളിറ്റിക്കലി നമ്മൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ കേസിൽ ഒരു തരത്തിലുള്ള കരുണയും അയാൾ അർഹിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ പ്രവർത്തനത്തിൽ നിന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ്. അത്രമാത്രം ക്രൂരമായ രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്തത്. എന്തായാലും ജിഷയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തിയ എല്ലാവർക്കും, കേരളത്തിലെ മനസാക്ഷിക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഹലോ, വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് TB മിനിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. കാരണം അവർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ജിഷയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടിയ വ്യക്തികൾ ഒരാളാണ്. അതുപോലെ നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി വിധിച്ച വിധി ശരിവെച്ചിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനിലേക്ക് വീണ്ടും ഇനി പ്രതിയെ സംബന്ധിച്ച്, അമീറുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വരെയും അപ്പീൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അത്തരമൊരു നീക്കം സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ വിധി ഒരു പരിധി വരെയും ഈ ജിഷയ്ക്ക് നീതി കിട്ടിയെന്ന് ആശ്വസിക്കാവുന്നത് തന്നെയാണ്. വലിയ പ്രതീക്ഷ നൽകുന്ന വിധി തന്നെയാണ്. കാരണം കേരളത്തിൽ ഇതേ രീതിയിൽ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ഒട്ടേറെ യുവതികളുണ്ട്. നമുക്ക് സമീപകാലത്ത് അറിയാവുന്ന നിരവധി കേസുകൾ അറിയാം. ജിഷ, സൗമ്യ ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ അറിയാം. ഇവിടെ ജിഷ കേസിൽ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ച ഒരു പശ്ചാത്തലം, സ്വാഭാവികമായി ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇതേ രീതിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ യുവതികളെ, പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വിധി എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആജ്ഞ? ടോം,
അഡ്വക്കേറ്റ് ടി ബിമിന് സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിലേക്കുള്ള ഒരു വഴി കൂടി അമീറുൽ ഇസ്ലാമിന്റെ മുന്നിൽ ഇനി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസമിലുള്ള തന്റെ കുടുംബത്തിന് ഇവിടെ കേരളത്തിലെത്തി വിയ്യൂരിലെത്തി തന്നെ കാണാനുള്ള സാഹചര്യമില്ല, അവർ അതീവ ദാരിദ്ര്യത്തിലാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അമീറുൽ ഇസ്ലാം ഒരു ഹർജി ഫയൽ ചെയ്യേണ്ടേ അതേ ഹർജി സുപ്രീം കോടതി അതുകൊണ്ട് തന്റെ വിചാരണ അസമിലേക്ക് മാറ്റണം എന്നൊരാവശ്യം കൂടി അമീറുൽ ഇസ്ലാം ആ ഹർജിയിൽ വെച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി ആ ഹർജി നിരുപാധികം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലും പ്രത്യേകിച്ചും കേരളത്തെ ഞെട്ടിച്ച ടോം സൂചിപ്പിച്ച സൗമ്യ പോലത്തെ അതിനുശേഷം കേരളം അങ്ങേയറ്റം ഞെട്ടിത്തെരിച്ചിരുന്ന ഒരു കൊലപാതകമായിരുന്നു ജിഷയുടേത്. പെരുമ്പാവൂരിൽ അതീവ ഗുരുതരമായ രീതിയിൽ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അതിനെ തുടർന്ന് മാരകമായി അവരെ ആക്രമിക്കപ്പെടുന്നു. അവരെ ആക്രമിച്ച രീതികളൊക്കെ സമാനതകളില്ലാത്ത തരത്തിലേക്ക് അവരെ ആക്രമിക്കുന്നു. ആ തരത്തിലുള്ള ഒരു കേസിന്റെ പ്രതിയിലേക്ക് എത്തുന്നത് തൊട്ടടുത്ത മാസം തന്നെ ഏപ്രിൽ 28 ഈ സംഭവം നടക്കുന്നു. ജൂൺ 16 ഈ അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അമീറുൽ ഇസ്ലാമിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പല്ലിന് മുൻപിൽ വിടവുള്ള ഒരാളാണ് ജിഷയെ ആക്രമിച്ചത് എന്നായിരുന്നു ആദ്യത്തെ ഫോറൻസിക് കണ്ടെത്തൽ. അതിനുശേഷം അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്ത ശേഷം നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നു. നിരവധി പേർ നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷമാണ് ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം അമീറുൽ ഇസ്ലാമിലേക്ക് എത്തുന്നത്. ഇയാളുടെ രേഖാചിത്രം പുറത്തുവിടുന്നു. തുടർന്ന് അമീറുൽ ഇസ്ലാം അറസ്റ്റിലാകുന്നു. അമീറുൽ ഇസ്ലാമിന്റെ DNA-യും ജിഷയുടെ ശരീരത്തിലുണ്ടായിരുന്ന പ്രതിയുടേതെന്ന് സംശയിക്കുന്ന DNA-യും തമ്മിൽ മാച്ച് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെന്നും തുടർന്നാണ് അമീറുൽ ഇസ്ലാമിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റിലാക്കുന്നതും തുടർ നടപടികളിലേക്ക് പോകുന്നതും. മാസങ്ങളോളം നീണ്ട വിചാരണയ്ക്ക് ഒടുവിലാണ് വിചാരണ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ കോടതിക്ക് വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാഹചര്യമില്ല. അങ്ങനത്തെ ഒരു നിയമം നിലനിൽക്കുകയാണ് ഇന്ന് ഈ വിചാരണ കോടതിയുടെ ഹർജി പരിഗണിച്ചത്. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെക്കുന്ന ഹർജി പരിഗണിച്ചത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയും ആ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ്. തുടർന്നാണ് ഇപ്പോൾ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ എന്നൊരു തരത്തിലേക്ക് ജിഷ കൊലക്കേസിലെ വിധി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനി ഈ പറഞ്ഞതുപോലെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ അമീറുൽ ഇസ്ലാമിന് ഒരു പക്ഷേ ഇതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാകാം, മുൻപോട്ട് പോകാം. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അമീറുൽ ഇസ്ലാമിന്റെ താൻ ഇതിൽ നിരപരാധിയാണ്, താൻ മുൻപൊരിക്കലും ജിഷയെ കണ്ടിട്ടില്ല, ഒരു മുൻപരിചയവും തനിക്കും ജിഷയും തമ്മിലില്ല, ഇത് പോലീസ് ശാസ്ത്രീയമായി കെട്ടിച്ചമച്ച ഒരു കൊലപാതക കേസാണ്, തന്നെ കുടുക്കുക മാത്രമാണ് പോലീസിന്റെ ലക്ഷ്യം എന്നുള്ള തരത്തിലുള്ള ഒരു ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ വിധി വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം മുൻനിർത്തി ഒരു പക്ഷേ അമീറുൽ ഇസ്ലാമിന് ഇനി സുപ്രീം കോടതിയിലേക്ക് അപെക്സ് കോർട്ടിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം മുന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ച കേരളം അധികവും ഈ കേരളം എന്നല്ല നമ്മുടെ നിയമസംഹിത അധികവും വധശിക്ഷയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളല്ല ഇതുവരെ നടത്തിയിട്ടുള്ള. പക്ഷേ അസാധാരണമാം വിധമുള്ള ഒരു കേസ് എന്നുള്ള നിലയിൽ ഒരു സ്ത്രീയെ ഏതൊക്കെ തരത്തിൽ, ഒരു സ്ത്രീ എന്നുള്ളതല്ല ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കാമോ അതിന്റെ എക്സ്ട്രീം ആയിട്ടാണ് ഈ പ്രതി ജിഷയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള തരത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെ ഇതിനെ അത്ര നിസ്സാരമായി കേരളം തള്ളിക്കളഞ്ഞിരുന്നില്ല, അത്ര നിസ്സാരമായി നമ്മുടെ നിയമവൃത്തങ്ങളും തള്ളിക്കളഞ്ഞില്ല എന്ന് വേണം ഇതിൽ നിന്നും അനുമാനിക്കാൻ. ടോം. ആജ്ഞ, നമുക്കറിയാം ഈ ഡൽഹിയിലെ നിർഭയ കേസ്, ആ നിർഭയ കേസ് ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ ഒരു നിമിഷം, ഇപ്പോൾ ആജ്ഞയിലേക്ക് എത്താം. ജിഷയുടെ അമ്മ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ജിഷയുടെ